So, നേരത്തെയുള്ള ഡുവൽ സ്പേസിൻ്റെ എക്സാമ്പിൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്രൂവ് ദാറ്റ് C0 സ്റ്റാർ ഈക്വൽ ടു L1. ഓക്കെ, C0 എന്ന് പറഞ്ഞാൽ ഏത് സ്പേസാണെന്ന് ഓർമ്മ വരുത്തുക. എന്തായിരുന്നു C0 എന്ന് പറഞ്ഞ സ്പേസിൻ്റെ പ്രത്യേകത? അതിനകത്തുള്ള x1 x2 x3 പ്രത്യേകം എന്തായിരുന്നു? ആസ് അതിൻ്റെ വെക്ടർ അതിലെ സീക്വൻസുകൾ 0 ടെൻഡ് ചെയ്യുന്ന സീക്വൻസുകളാണ് അതിനകത്ത് ഉള്ളത്. അത് ആരുടെ സബ് സ്പേസാണ്? L ഇൻഫിനിറ്റി സബ് സ്പേസ് എന്നൊക്കെ നമുക്കറിയാം. സോ നമ്മളതിനെ ഇത് ഇൻഫിനിറ്റ് നോം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, so we prove that there is adjective linear isometry from L1 to C0 star എന്ന് കാണിക്കണം. ഓക്കെ, C0 സ്റ്റാർ ഹാഷ് ഈക്വൽ ടു L1 എന്ന് കാണിക്കണമെങ്കിൽ C0 സ്റ്റാർ ഈക്വൽ ടു L1 എന്ന് കാണിക്കണമെങ്കിൽ എന്ത് കാണിക്കണം? നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഐസോമെട്രി ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. എവിടെ നിന്ന് എവിടേക്ക്? L1 നിന്ന് C0ൻ്റെ സ്റ്റാറിലോട്ട്. ഓക്കെ, ആദ്യം ഫോർ y element of L1 we fixed define a map function fy from C0 to k defined by ഒക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കുക കേട്ടോ. fy of x equal to summation I equal to 1 to infinity xi yi x belongs to C0. അപ്പോൾ എങ്ങനെ ചെയ്തിട്ടില്ല നോക്കുക. C0 എന്ന ഒരു മെമ്പർ എടുക്കുക അല്ലേ. C0 y എലമെൻറ്റ് ഓഫ് L1 ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്യും. fy ഓഫ് x ഡിഫൈൻ ചെയ്യും അല്ലേ. നോക്കിയാൽ അറിയാം ഈ fy എന്താ? fy എവിടെ നിന്ന് എവിടേക്കുള്ള മാപ്പാണ്? fy എന്ന് പറഞ്ഞാൽ C നിന്ന് കെയിലോട്ടുള്ള മാപ്പാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ fy ലീനിയർ ആണോ? ലീനിയാരിറ്റിക്ക് ഒന്നുമില്ല. സാധാരണ വെറുതെ എഴുതുക. സബ്സ്റ്റിറ്റ്യൂട്ടിലേ ഉള്ളൂ FIയിൽ വെറുതെ. അത് ഓട്ടോമാറ്റിക് എന്തായി കിട്ടും? ഓട്ടോമാറ്റിക്കലി ലീനിയർ ആയിരിക്കും fy എന്ന് പറയണത്. ഇനി എഫ് ബൗണ്ടറാന്ന് എങ്ങനെയാണ് നോക്കുക? മോഡുലസ് എടുക്കുക. സമ്മേഷൻ fy ഓഫ് എക്സിൻ്റെ മോഡുലസ് എടുക്കണം. fy ഓഫ് എക്സിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ മോഡുലസ് ഓഫ് സമ്മേഷൻ I ഈക്വൽ ടു 1 to infinity xi yi ആണ്. അതിൽ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊണ്ടുവന്നു. സെപ്പറേറ്റ് മോഡുലസ് എടുത്തു. സമ്മേഷൻ I ഈക്വൽ ടു 1 to infinity xi yi ആയി മാറി. ഇതിലെന്ത് റീപ്ലേസ് ചെയ്തു? എക്സുകൾ എടുത്തിട്ടുള്ളത് C0 എന്നാണ് അല്ലേ. C0ൻ്റെ പ്രത്യേകത C0ൽ എടുത്തിട്ടുള്ള നോം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് നോം ആണ്. ഇൻഫിനിറ്റ് നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ xiകളും എടുത്ത് അതിൻ്റെയൊക്കെ മോഡുലസ് എടുത്ത് അതിൻ്റെ സുപ്രീം എടുക്കുകയാണ്. സോ ഈച്ച് xiനേക്കാളും വലുതായിരിക്കും ആര്? ആ സുപ്രീം എന്ന് പറയുന്നത്. സോ xiയുടെ പൊസിഷനിൽ ആരെയാണ് റീപ്ലേസ് ചെയ്യുക? അതിൻ്റെ ഇൻഫിനിറ്റി നോം അതിൻ്റെ സുപ്രീം നോമിനെ റീപ്ലേസ് ചെയ്യുക. സോ നോം എക്സ് ഇൻഫിനിറ്റി ഇൻറ്റു നോം വൈ ആയി മാറി. സോ ദിസ് ഈസ് നോം എക്സ് ഇൻഫിനിറ്റി നോം I ഈക്വൽ ടു 1 to n വൈ ആയി മാറി. പക്ഷേ വൈ എവിടെ നിന്ന് എടുത്തത്? വൈ എടുത്തത് L1 എന്നാണ്. സോ ദിസ് ഈസ് നോം y1. ഓക്കെ, സോ എന്ത് കിട്ടി? ഓട്ടോമാറ്റിക്കലി മോഡുലസ് ഓഫ് fy ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു നോം y1 ഇൻറ്റു നോം എക്സ് ഇൻഫിനിറ്റി. സോ ദിസ് ഇസ് വെൽ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ fy എടുത്തു കഴിഞ്ഞാൽ വാല്യൂ എടുക്കുമ്പോൾ ഒരു ഫിക്സ്ഡ് വാല്യൂ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് C0 എവിടെ നിന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? L1 നിന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് C0ൻ്റെ സ്റ്റാറിലോട്ട് അല്ലേ. അപ്പോൾ C0ലെ സ്റ്റാറിലെ എലമെൻ്റ് ആണ്. അതായത് fy എന്ന് പറയുന്നത് C0 സ്റ്റാറിലെ മെമ്പറാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഏത് C0ലെ xi കൊടുത്താലും കിട്ടുന്ന ഒരു k എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടണം അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ മാപ്പ് ഓക്കെ ആണ്. fy ഇങ്ങനെ ലെസ് ദാൻ ആണെങ്കിൽ ഈ വാല്യൂ ആണ്. സോ ഒരു ഫൈനൈറ്റ് വാല്യൂ എന്നുള്ള ഉറപ്പ് വരുത്തി. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് ഇവിടെ വെൽ ഡിഫൈൻ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നോം fy എടുത്താൽ ഉണ്ടാവുക. നോം fy എടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നോം എക്സ് ഇൻഫിനിറ്റി എന്നുള്ളത് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ വേരി ചെയ്തിട്ടാണ് എടുക്കുക. ദിസ് ഈസ് ലെസ് ദാൻ ഈക്വൽ. അപ്പോൾ നോം y1 വന്നു. ഇനി അപ്പോൾ fy ബൗണ്ടറാണ്, ലീനിയറാണ്. സോ fy എവിടെയുണ്ട്? L1 സ്റ്റാറിലുണ്ട്. ഓക്കെ, ഇനി എന്താ കാണിക്കേണ്ടത്? ഇനി ചോയ്സ് എടുക്കുന്നത് പ്രത്യേക രീതിയിൽ എടുത്തിട്ടുണ്ടാവുമെന്ന് മാത്രം. ലെറ്റ് zn ഈക്വൽ ടു k ഈക്വൽ ടു 1 to n e raised to I into argument yk ek for every n. ക്ലിയർലി zn ബിലോങ്സ് ടു C0 ആണ്. ഈ zn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നത് ഇങ്ങനെയാണ്. സമ്മേഷൻ k ഈക്വൽ ടു 1 to n സിനം ഓഫ് yk ek. ഓക്കെ, സിനം ഫംഗ്ഷൻ എന്താണെന്ന് ഓർമ്മ വരുത്തുക. സിനം ഫംഗ്ഷൻ എന്തായിരുന്നു? സിനം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനം എക്സ് ഈക്വൽ ടു എക്സ് ബൈ മോഡ് എക്സ് എന്നുള്ളതാണ് ഡിഫിനിഷൻ ഉണ്ടാവുക. ഓക്കെ, നോം y in x നോം z infinity equal to supreme of modulus of ei power argument yk k equal to 1 to x to n. എന്നുവെച്ചാൽ എന്താ വരിക? e raised to i വാല്യൂ ആണ്. മോഡുലസ് എടുക്കുമ്പോൾ 1 വാല്യൂ ആയി പോകും. ദാറ്റ് ഈസ് സുപ്രീം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി നോം fy ഈക്വൽ ടു സുപ്രീം ഓഫ് മോഡുലസ് fy ഓഫ് എക്സ് എക്സ് എലമെൻറ്റ് ഓഫ് C0 നോം എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആരാ? fy ഓഫ് zn. കാരണം പർട്ടിക്കുലർ ആൾക്കാരെക്കാളും വലുതായിരിക്കും സുപ്രീം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ പർട്ടിക്കുലർ വാല്യൂ എത്രയാണ് വരിക? മോഡുലസ് ഓഫ് k ഈക്വൽ ടു 1 to n e raised to i argument yk fy ഓഫ് ek എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് yk ആണ് അല്ലേ. സോ സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity yk കുറിച്ച് എന്താ പറയാൻ പറ്റുക? ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂവിനേക്കാളും വലുതാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. k ഈക്വൽ ടു 1 to n yk-നേക്കാളും വലുതാണ് നോം fy എന്ന് പറയുന്നത്. സോ k ഈക്വൽ ടു 1 to infinity ഇങ്ങനെ കൂടുതൽ ആൾക്കാരെ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ലെസ് ദാൻ ഈക്വൽ എന്തിനായിരിക്കും? നോം fy ആയിരിക്കും വരിക. സോ എന്ത് കിട്ടിയപ്പോൾ നോം y1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു ആരായി മാറി? നോം fy ആയിട്ടുണ്ട്. ഇനി എന്താ കാണിക്കുക? നമുക്ക് തിരിച്ച് കാണിക്കണം അല്ലേ. രണ്ട് കേസ് നമുക്ക് കിട്ടി. 1 + 2 കിട്ടി. 2 + 1 2 ഓട്ടോമാറ്റിക് എന്ത് പറയാൻ പറ്റും? നോം fy ലെസ് ദാൻ ഈക്വൽ ടു നോം y1 നേരത്തെ കാണിച്ചിട്ടുണ്ട്. തിരിച്ചിവിടെ നോം y1 ലെസ് ദാൻ ഈക്വൽ ടു നോം fy കാണിച്ചിട്ടുണ്ട്. സോ അത് ഈക്വലായി മാറി. ഓക്കെ,
ഇനി എന്താ കാണിക്കേണ്ട? ഒരു മാപ്പ് കൊണ്ടുവരണം. ആ മാപ്പ് ഒരു ലീനിയർ ഐസോമെട്രി ആണെന്ന് കാണിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട്. ആദ്യം നമ്മൾക്ക് കാണിക്കേണ്ടത് C0 സ്റ്റാർ എന്ന് പറയുന്നത് ആരാന്ന് കാണിക്കണം? L1 ആണെന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ഡിഫൈൻ ചെയ്യുക? നമ്മൾ C0 സ്റ്റാറിനകത്തുള്ള ഒരു ഫംഗ്ഷണൽ ആദ്യം ഡിഫൈൻ ചെയ്യും അല്ലേ? ആരുടെ ഹെൽപ്പോട് കൂടിയിട്ട്? L1 എന്ന്. ഇതാണ് നമ്മൾ നോക്കുക, ചെയ്തത് എന്താണെന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കുക. നേരത്തെയുള്ള പ്രോബ്ലത്തിൽ ഇതിലും ചെയ്ത് എന്താണെന്നുള്ളത് കറക്റ്റായി ശ്രദ്ധിക്കുക. നമുക്ക് കാണിക്കേണ്ടത് എന്താ? C0 സ്റ്റാർ ഈക്വൾ ടു L1 ആണെന്ന് കാണിക്കുകയാണ് ചെയ്യണത്. അതിന് നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യണത് എന്താ? നമ്മൾ ആദ്യം C0 സ്റ്റാറിനകത്തുള്ള ഒരു ഫംഗ്ഷൻ അതിൽ കൊണ്ടുവരും അല്ലേ? ആരാണത്? Fi(x). അതെവിടെയുള്ള? C0 സ്റ്റാറിലാണ് അല്ലേ? ആ ഫംഗ്ഷൻ ആരോടെ ഹെൽപ്പോട് കൂടി കൊണ്ടുവരുന്നത്? ഒരു y എലമെൻറ്റ് ഓഫ് L1 ഒരു മെമ്പറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അങ്ങനത്തെ ഒരാളിനെ നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് ഒരു കറസ്പോണ്ടൻസ് ഉണ്ടാക്കുക അല്ലേ? L1 എന്നൊരു മെമ്പർ y എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ആരെ ഉണ്ടാക്കാൻ പറ്റും? y എന്നൊരു മെമ്പർ L1 എന്നെടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ടൊരു Fy എവിടെ ഉണ്ടാക്കാൻ പറ്റും? നമുക്ക് C0 സ്റ്റാറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആദ്യം കാണിക്കണേ. എന്നിട്ട് അതിൻ്റെ ഹെൽപ്പോട് കൂടി മാപ്പിനെ എങ്ങനെയാക്കി മാറ്റും? F(y) ഈക്വൾ ടു Fy എന്നാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഐസോമെട്രി കൊണ്ടുവരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആദ്യം y എന്ന് പറഞ്ഞ എലമെൻറ്റ് L1 എന്നെടുത്തു അല്ലേ? y എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് L1 എന്നെടുത്തു. Fy എന്ന് പറഞ്ഞൊരു ലീനിയർ മാപ്പ് ഉണ്ടാക്കി. അതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. എന്നിട്ട് Fy അതെന്താ? Fy നമ്മൾ ഡിഫൈൻ ചെയ്യാനാണ് Fy. അതുകൊണ്ട് Fy എന്ന് പറയുന്നത് ലീനിയർ ആണെന്നും കണ്ടിന്യൂസ് ആണെന്നും നോം Fyയും നോം Yയും സെയിം ആണെന്നുള്ളത് നമ്മൾ ആദ്യം കാണിക്കണം. ഓക്കെ, ആ കാണിച്ചതിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ പുതിയ ക്യാപിറ്റൽ F(y) എന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്യും. ഓക്കെ, ക്യാപിറ്റൽ F ഫ്രം L1 to C0 സ്റ്റാർ ബൈ F(y) ഈക്വൾ ടു Fy അല്ലേ? ഇതാ നോക്കുക, നമ്മൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക്കാണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ. F ഒരു ലീനിയർ ഐസോമെട്രി എന്നുള്ളതാണ് കാണിക്കേണ്ടത്. കാരണം എന്താ? നോം F(y) എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നോം Fy ആയിരിക്കും വരിക. നോം Fy എന്ന് പറഞ്ഞാൽ നോം y നോട് സെയിം ആണ്. അതുകൊണ്ട് അതിൻ്റെ ഐസോമെട്രി ഓക്കെ ആയി കഴിഞ്ഞു. ഇനി എന്താ? സർജക്റ്റീവ് എന്നുള്ളത് കാണിക്കണം. ഓക്കെ, ലീനിയാരിറ്റിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ ചെയ്യണത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ പോരാ, തൊട്ട് മുമ്പത്തെ പ്രൂഫിൽ ചെയ്തിട്ടുള്ള അതേപോലെ ലീനിയർ എന്നുള്ളത് കാണിക്കേണ്ടി വരും. ഓക്കെ, സർജക്റ്റീവ് എന്ന് കാണിക്കാൻ മാത്രം നമുക്ക് നോക്കാം. സർജക്റ്റീവ് സർജക്റ്റീവ് ഫോർ എവറി F എലമെൻറ്റ് ഓഫ് C0 സ്റ്റാർ പുട്ട് yn ഈക്വൾ ടു F(en) എടുത്തു. ഓക്കെ, ഫോർ എവറി n. Zn ഈക്വൾ ടു സമ്മേഷൻ k ഈക്വൾ ടു 1 ടൈം e⁻i ആർഗ്യുമെൻറ്റ് yn ek. ഓക്കെ, നോം Zn ഈക്വൾ ടു 1 തന്നെയാണ് വരാൻ പോകുന്നത്. നോം Fy എടുക്കുമ്പോൾ കാണിച്ചതും എല്ലാം ചെയ്ത് തന്നെയാണിത്. ഓക്കെ, F1 ഫ്രം L1 to C0 സ്റ്റാർ. ഓക്കെ, സോറി, നേരത്തെയുള്ള മാപ്പിൽ ഇവിടെ കൊണ്ടുവരണം. F(y) ഈക്വൾ ടു Fy എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സർജക്റ്റീവ് എന്നുള്ളത് കാണിക്കണം. yn ഈക്വൾ ടു F(en). ഓക്കെ, എനിക്ക് തോന്നുന്നു റിപ്പീറ്റേഷൻ വന്നുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളൊരു എന്താ ഡിഫൈൻ ചെയ്യണം? Zn എലമെൻറ്റ് ഓഫ് C0 എടുത്തു. നോം Zn ഈക്വൾ ടു 1 ആണ്. നോം F ഈക്വൾ ടു സുപ്രീം. ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചതാണ്. y എലമെൻറ്റ് ഓഫ് L1 നോം y1 ലെസ് ഈക്വൾ നോം F ലെസ് ഈക്വൾ ഇൻഫിനിറ്റി. അപ്പോൾ എന്താ കാണിച്ചേ? ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് y എടുത്തു കഴിയുമ്പോൾ y-നൊരു ചോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? yn ഈക്വൾ ടു F(en) എന്നുള്ളത്. അങ്ങനെ ഒരു ചോയ്സ് ഓഫ് yn എടുക്കുമ്പോൾ ആ yn എവിടെ ഉണ്ടെന്നുള്ള ആദ്യം ഉറപ്പ് വരുത്തണം. നമ്മുടെ L1-ലുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലേ? അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സമ്മേഷൻ k ഈക്വൾ ടു 1 ടൈം yk ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് k ഈക്വൾ ടു 1 ടൈം ഇൻഫിനിറ്റി yk എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഈക്വൾ നോം F ആണ്. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് എന്ത് കിട്ടി? നമ്മളെടുത്ത ചോയ്സ് ഓഫ് y1. കാരണം നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് നോക്കുക. നമ്മുടെ മാപ്പ് ക്യാപിറ്റൽ F ഫ്രം എവിടെ നിന്ന് എവിടേക്കാണ്? ക്യാപിറ്റൽ F ഫ്രം L1 നിന്ന് C0 സ്റ്റാറിലോട്ടാണ് അല്ലേ? ദാറ്റ് ഈസ് C0 സ്റ്റാറിലെ ഏത് ഫംഗ്ഷൻ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് y എന്ന് പറഞ്ഞ എലമെൻറ്റ് ചോയ്സ് എലമെൻറ്റ് എവിടെ നിന്ന് കിട്ടണം? L1 എന്ന് കിട്ടണം. മോൺ ടു ആണെന്ന് കാണിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലാണ് F(y) ഈക്വൾ ടു എന്താണെന്ന് കാണിക്കുക? F1 നമ്മൾ കാണിക്കുക അല്ലേ? ദാറ്റ് മീൻസ് അപ്പോൾ നമ്മുടെ ചോയ്സ് ഓഫ് y ആണ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണത്? ഈ പർട്ടിക്കുലർ രീതിയിൽ y ഈക്വൾ ടു yn ഈക്വൾ ടു F(en) എന്ന് സെലക്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ആ ചോയ്സ് y എവിടെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. L1-ൽ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനാണ് ഈ കാണിച്ചത്. y എലമെൻറ്റ് ഓഫ് L1 ആണ്. ഇനി F(i)(x) എടുത്താൽ ഒന്നും ചെയ്യാനില്ല. തൊട്ട് മുമ്പത്തെ ചെയ്ത പോലെ തന്നെ അതേ കിട്ടും. F(i) ഈക്വൾ ടു F എന്ന് കിട്ടും. C0 സ്റ്റാർ ഈക്വൾ L1. ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ഈ ഓൺടുനെസ് കാണിക്കാൻ വേണ്ടിയിട്ടും എടുക്കുന്ന ചോയ്സ് ഓഫ് F(en)ൻ്റെ എങ്ങനെ എടുക്കണം എന്നുള്ള ടെക്നിക്കും മാത്രമല്ല ഈ Zn ഇവിടെ ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ ടെക്നിക്ക് പ്രോബ്ലം ചെയ്ത് നമ്മൾ ശരിയാവുള്ളൂ. പക്ഷെ നമുക്ക് കൂടുതലും പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്ത ടൈപ്പ് സാധനങ്ങളെ ചോദിക്കുള്ളൂ. ഇനി നമ്മൾ ജനറൽ സെറ്റപ്പിൽ കാണിക്കാൻ പോവാണ്. ഫോർ എവരി 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി 1/p + 1/q = 1 പ്രൂവ് ദാറ്റ് LP സ്റ്റാർ ഈക്വൾ ടു LQ. സോ ഇതേ ടെക്നിക്ക് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുക. ആദ്യം നമ്മൾ LPയിൽ നിന്ന് നമ്മൾ എന്തെടുക്കും? LQയിൽ നിന്ന്
ഒരു മെമ്പർ സെലക്ട് ചെയ്യും അല്ലേ. എൽ ക്യൂവിൽ നിന്ന് ഒരു വൈ സെലക്ട് ചെയ്യും. ആ വൈയുടെ ഹെൽപ്പോട് കൂടി ഒരു എഫ് വൈ എന്ന് പറഞ്ഞ എഫ് ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എവിടെ ഉണ്ടാക്കും, എൽ പിക്കകത്ത് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞൊരു മാപ്പ് എവിടെ നിന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്യും, എൽ ക്യൂവിൽ നിന്ന് എൽ പി സ്റ്റാറിലോട്ട് ഡിഫൈൻ ചെയ്യും. എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് വൈ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അത് ലീനിയർ ഐസോമെട്രി ആണെന്നുള്ളതും അതുപോലെ സർജക്റ്റീവ് എന്നുള്ളതും കാണിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഓടിച്ച് പറയണേ ഉള്ളൂ. സർജക്റ്റീവ് ലീനിയർ ഐസോമെട്രി ഫ്രം എൽ പി ക്യൂ ടു എൽ പി സ്റ്റാർ. Y element of LQ be fixed. Define Fi from LP to K defined by Fy of x equal to summation I equal to 1 to infinity xi yi. Then for every x comma z element of LP, Kfi of x plus Kfi of z equal to linear എന്നുള്ളതൊക്കെ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ Fy ബൗണ്ടർ എന്നുള്ളവിടെ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. Fy of x മോഡുലസ് എടുക്കുക. നേരത്തെയൊക്കെ നോം ഇൻഫിനിറ്റി കൊണ്ടുവരുന്ന പരിപാടിയാണ്. ഇവിടെ എടുത്തിട്ടുള്ള എക്സും വൈയും എൽ പിയിൽ നിന്നും എൽ ക്യൂവിൽ നിന്നുമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പകരം നമ്മുടെ എന്ത് ഉപയോഗിക്കുക, നമ്മുടെ കയ്യിലുള്ള ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. നോം ഐ ഈക്വൽ ടു 1 to infinity xi power p whole power 1 by p into നോം y equal to 1 to infinity yi power q 1 by q. That is Fy of x less than equal to നോം xp into നോം yq. നോം എടുക്കുമ്പോൾ നോം xp 1 ആയി പോവും. ദാറ്റ് മീൻസ് നോം fy less than equal to നോം yq അത് കിട്ടും. തിരിച്ച് റിവേഴ്സ് കിട്ടാൻ വേണ്ടി എടുക്കുമ്പോൾ zn ഈക്വൽ ടു കെ ഈക്വൽ ടു 1 to e raised to i ആർഗ്യുമെൻറ്റ് yn പവർ q minus 1 ek. ഇവിടെ എടുക്കുന്ന ചോയ്സിൽ മാത്രമാണ് ഒരു ടെക്നിക്കുള്ള ആ ചോയ്സ് എടുത്തു മാത്രം. ഓക്കെ, നോം zn p എടുക്കുമ്പോൾ സമ്മേഷൻ k ഈക്വൽ ടു 1 to n yn q minus 1 പവർ p ആയി മാറും. പക്ഷേ q minus 1 into p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ q minus 1 into p എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കി അറിയാം 1 by p plus 1 by q 1 ആയതുകൊണ്ട് q minus 1 into p എന്ന് പറഞ്ഞാൽ എന്തായി മാറും, q ആയി മാറും. ഓക്കെ, summation k equal to 1 to n on y q all power p for 1 less than ആണ്. സോ y element of എൽ ക്യൂ ആണ്. zn belongs to എൽ പി എന്നുള്ളത് ഉറപ്പ് വരുത്തി Fy of zn കണ്ടുപിടിച്ചു. നമുക്ക് നോം Fy ഈക്വൽ ടു നോം yq കിട്ടും. ഇതിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിനകത്ത്. സോ നേരത്തെ കാണിച്ച അതേ ടൈപ്പ് സബ്ജക്റ്റീവിൻ്റെ പരിപാടിയാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല ചെയ്യുന്നതിൽ. ചെറിയ ചോയ്സ് എടുക്കുന്നതിൽ ഒരു ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ഓക്കെ, സോ സിമിലർലി നമുക്ക് കാണിക്കാൻ പറ്റും എൽ പി സ്റ്റാർ ഈക്വൽ ടു എൽ ക്യു ആർ എന്നുള്ളത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഈ ഐസോമെട്രി എന്നുള്ളതൊന്ന് വായിച്ച് നോക്കുക. അതോടുകൂടി അപ്പോൾ ഈ സെക്ഷൻ അവസാനിപ്പിക്കും. ഓക്കെ, സോ തേർഡ് ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് തീരും. അങ്ങനെയാണെങ്കിൽ തേർഡ് ചാപ്റ്റർ ഒന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മോഡ് ചാപ്റ്റർ വേണോ തേർഡ് ചാപ്റ്റർ വേണോ എന്നുള്ളത് തീരുമാനിച്ചിട്ട് പറയാം എക്സാം.